Hi friends, in the last three videos we were discussing the SA-FUS atom bomb. This is the final part of this video and we are going to conclude this chapter. Anyway, we are having an idea of what the great explosion had on Hiroshima and its surroundings. See, in the last video we have discussed the initial effects of the first atom bomb. About half an hour after the explosion, it may have passed half an hour. Whilst the sky all round Hiroshima was still cloudless, there was no cloud in the sky around Hiroshima. A fine rain began to fall on the town and went on for about 5 minutes. See, the sky is cloudless, but a fine rain began to fall on. There was a fine rain and went on for about 5 minutes, and this rain continued for 5 minutes. ഒരു ഏകദേശം അരമണിക്കൂറിന് ശേഷം ദ എക്സ്പ്ലോഷന് ഒരു അരമണിക്കൂറിന് ശേഷം ആകാശത്തിൽ മേഘമില്ലായിരുന്നെങ്കിൽ പോലും ഒരു മഴ വർഷിക്കുകയും ഹിരോഷിമയ്ക്ക് ചുറ്റും ഒരു മഴ വർഷിക്കുകയും അത് ഏകദേശം 5 മിനിറ്റോളം തുടരുകയും ചെയ്തു. ഇറ്റ് വാസ് കോസ്ഡ് ബൈ ദ സഡൻ റൈസ് ഓഫ് ഓവർഹീറ്റഡ് എയർ. ഈ മഴ എന്ത് കാരണമായിരുന്നു? പെട്ടെന്ന് അതിയായി ചൂടായിട്ടുള്ള എയർ പെട്ടെന്ന് ഉയർന്നത് കാരണവും ടു എ ഗ്രേറ്റ് ഹൈറ്റ് വേർ ഇറ്റ് കണ്ടൻസ്ഡ്, അത് അവിടെ സാന്ദ്രീകരിക്കപ്പെടുകയും ആൻഡ് ഫെൽ ബാക്ക് ആസ് റെയിൻ, അത് ഒരു മഴയായിട്ട് വർഷിക്കുകയും ചെയ്തതായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിലെ വായു ചൂടായി ഉയരുകയും അത് മുകളിൽ വെച്ച് സാന്ദ്രീകരിക്കപ്പെടുകയും മഴയായി വർഷിക്കുകയും ചെയ്തതായിരുന്നു. വേർ സി ദെൻ എ വയലൻ്റ് വിൻഡ് റോസ്, പെട്ടെന്ന് തന്നെ അവിടെ വലിയ കാറ്റ് ഉയർന്നു വരികയും ആൻഡ് ദ ഫയർ എക്സ്റ്റെൻഡഡ് വിത്ത് ടെറിബിൾ റാപ്പിഡിറ്റി, പെട്ടെന്ന് തന്നെ തീ പടർന്നു പിടിക്കുകയും ചെയ്തു. എന്തായിരുന്നു കാരണം? ബിക്കോസ് മോസ്റ്റ് ജാപ്പനീസ് ഹൗസസ് ആർ ബിൽറ്റ് ഓൺലി ഓഫ് ടിമ്പർ ആൻഡ് സ്ട്രോ. അധിക ജപ്പാനിലെ വീടുകളും തടിയും അതുപോലെ വൈക്കോലും കൊണ്ട് നിർമ്മിതമായിരുന്നു. അപ്പോൾ ഈ കാറ്റിൻ്റെ സഹായത്തോടെ അവിടെ ഈ അഗ്നി പടർന്നു പിടിക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. By the evening the fire began to die down. By the evening, see, the explosion had taken place in the morning. By the evening the fire began to die down and then went out. വൈകുന്നേരമായപ്പോഴേക്കും തീ അതിൻ്റെ ശക്തി കുറയുകയും അങ്ങനെ അത് അണയുകയും ചെയ്തു. There was nothing left to burn. അവിടെ ഒന്നും കരിയാൻ ബാക്കിയായിട്ടുണ്ടായിരുന്നില്ല, കരിഞ്ഞു പോകാൻ ബാക്കിയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ കണ്ടീഷൻ ഓഫ് ഹിരോഷിമ. ഹിരോഷിമ ഹാഡ് സീസ്ഡ് ടു എക്സിസ്റ്റ്. ഇനി നിലനിൽക്കുകയില്ല എന്ന രീതിയിലായിട്ടുണ്ട്. ഹിരോഷിമ ഹാഡ് സീസ്ഡ് ടു എക്സിസ്റ്റ്. ദ ജാപ്പനീസ് ബ്രോക്ക് ഓഫ് and then pronounced one word with indescribable but restrained emotion. Japanese had lost his emotion. The man broke off and then pronounced one word. അങ്ങനെ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്, വിത്ത് ഇൻഡിസ്ക്രൈബിൾ ബട്ട് റെസ്ട്രെയിൻഡ് ഇമോഷൻ. പറയാൻ കഴിയാത്ത പക്ഷേ നിയന്ത്രിതമായിട്ടുള്ളൊരു വൈകാരത്തോടെ ജപ്പാനീസിന് ഇടറി അദ്ദേഹം പറഞ്ഞു, ലുക്ക്, നോക്ക്, ലുക്ക്. About 2.5 miles from the center of the town, all the buildings had been burned out and destroyed. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 2.5 മൈൽ ചുറ്റളവിൽ all the buildings had been burnt out and destroyed. എല്ലാ ബിൽഡിങ്സും കരിയുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. Only traces of the foundations and piles of debris and rusty charred ironwork were left. അവിടെ ശേഷിക്കുന്നതായിട്ട് എന്ത് മാത്രമായിട്ടുണ്ടായിരുന്നത്? Only traces of the foundations, ഈ അടിത്തറയുടെ അടയാളങ്ങൾ മാത്രം. ആൻഡ് piles of debris, ഈ കൂനകൾ, അവശിഷ്ടങ്ങളുടെ കൂനകൾ മാത്രവും. ആൻഡ് റസ്ലി ചാർഡ് അയൺ വർക്ക് വെയർ ലെഫ്റ്റ്. ആകെ തുരുമ്പൊക്കെ മൂടിയ ഇരുമ്പുകളും മാത്രമായിട്ടുണ്ടായിരുന്നു അവിടെ ബാക്കിയായിരുന്നത്. അവിടെ എന്തായിരുന്നു ബാക്കിയായിരുന്നത്? ഓൺലി ട്രേസസ് ഓഫ് ഫൗണ്ടേഷൻസ് ആൻഡ് പൈൽസ് ഓഫ് ഡെബ്രീസ്.
ചില തറകളുടെ അടയാളങ്ങളും അതുപോലെ തന്നെ ഡെബ്രിസ് അവശിഷ്ടങ്ങളുടെ കൂനകൾ മാത്രമായിരുന്നു അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നത്. At 3 quarters of a mile from the center of the explosion, nothing at all was left. ഒരു 3/4 മൈൽ ഈ എക്സ്പ്ലോഷൻ്റെ സെൻറ്ററിൽ നിന്നും ഏകദേശം 3/4 മൈൽ ചുറ്റളവിൽ നത്തിങ് അറ്റ് ഓൾ വാസ് ലെഫ്റ്റ്, ഒന്നും ശേഷിക്കുന്നുണ്ടായിരുന്നില്ല. എവറിത്തിങ് ഹാഡ് ഡിസപ്പിയർഡ്, എല്ലാം അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. Everything had disappeared. It was a stony waste littered with debris and twisted girders. വെറും ചവറ് കൂനകളായിട്ടുള്ള അവശിഷ്ടങ്ങളും മറ്റുകളും മാത്രമായിരുന്നു അവിടെ ശേഷിക്കുന്നുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ സ്റ്റോണി വേസ്റ്റ്, കല്ലിൻ്റെ വേസ്റ്റ് മാത്രമായിരുന്നു. വേസ്റ്റഡ് വിത്ത് ഡെബ്രിസ്, ഇറ്റ് വാസ് എ സ്റ്റോണി വേസ്റ്റ് ലിറ്റേഡ് വിത്ത് ഡെബ്രിസ്. കൂനകൾ, അവശിഷ്ടങ്ങളുടെ കൂനകളെ കൊണ്ട് ചവറുകളായിട്ടുണ്ടായിരുന്ന സ്റ്റോണി വേസ്റ്റ് മാത്രം, കല്ലുകൾ, ബിൽഡിങ്ങൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള കല്ലിൻ്റെ വേസ്റ്റ് മാത്രമായിരുന്നു അവിടെ ശേഷിക്കുന്നു. We got out of the car. See, Marcel Junod and his companions got out of the car and made our way slowly through the ruins into the center of the dead city. അവർ പതിയെ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നഗരമധ്യത്തിലേക്ക് അവർ യാത്ര തിരിച്ചു. അബ്സല്യൂട്ട് സൈലൻസ് റീൻഡ് ഇൻ ദ ഹോൾ സിറ്റി. നഗരമത്രയും ഒരു ആത്യന്തികമായ നിശബ്ദത പരന്നു കിടക്കുന്നുണ്ടായിരുന്നു. അബ്സല്യൂട്ട് സൈലൻസ് റീൻഡ്, അവിടെയൊക്കെ ഭരിക്കുന്നത് എന്തായിരുന്നു? അബ്സല്യൂട്ട് സൈലൻസ്. There was not even a survivor searching in the ruins. Though some distance away a group of soldiers was clearing a passage through the debris. There was not even a survivor. ഒരു സർവൈവർ പോലും, അതിജീവിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇൻ ദ റൂയിൻസ്, സെർച്ചിങ് ഇൻ ദ റൂയിൻസ്. ദോ സം ഡിസ്റ്റൻസ് എവേ, എങ്കിലും കുറച്ച് അകലെ, എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് വാസ് ക്ലിയറിംഗ് എ പാസേജ് ത്രൂ ദ ഡെബ്രിസ്. ഈ കൂനകൾക്കിടയിലൂടെ വഴി ശരിയാക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാരുണ്ടായിരുന്നു. There was not a bird or an animal to be seen anywhere. അവിടെ ചുറ്റുവട്ടത്ത് ഒരു മൃഗങ്ങളോ ഒരു പക്ഷികളോ ഒന്നും കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. പ്രൊഫസർ ഷുസുക്കി, വൺ ഓഫ് ദ ലീഡിംഗ് സർജൻസ് ഇൻ ദ ജപ്പാനിലെ ഒരു പ്രശസ്തരായിട്ടുള്ള സർജനിൽ ഒരാളായിട്ടുള്ള പ്രൊഫസർ ഷുസുക്കി led the way and spoke in a loud voice so that we could all hear what he said. അദ്ദേഹമായിരുന്നു ആ വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. His sentences came to us disjointed as though by deep excitement and emotion. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഈ വഴി ശരിയാക്കിക്കൊണ്ടിരുന്ന സോൾജേഴ്സിനെ നയിച്ചിരുന്നത് പ്രൊഫസർ ഷുസുക്കി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഓവർ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇമോഷനോ കാരണം കുറച്ച് ഡിസ്ജോയിൻറ്റഡ് ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നത്. ഹിസ് സെൻറ്റൻസസ് കെയിം ടു അസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളിലേക്ക് എത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? ഡിസ്ജോയിൻറ്റഡ് ആസ് ദോ ബൈ ഡീപ്പ് എക്സൈറ്റ്മെൻറ്റ്, അതിയായ എക്സൈറ്റ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ ഇമോഷൻ കാരണം ഡിസ്ജോയിൻറ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു ഞങ്ങളിലേക്ക് എത്തിയിരുന്നത്. വി മസ്റ്റ് ഓപ്പൺ അവർ മൈൻഡ്സ്, വാട്ട് ഹി സെഡ്. Professor Suzuki had said what we must open our minds. നമ്മളുടെ മനസ്സ് തുറക്കണം. We must try to understand everything. നാം എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. He pointed to the remnants of a wall. ഒരു ശേഷിക്കുന്ന ഒരു മതിലിലേക്ക് അദ്ദേഹം ചൂണ്ടി. The base of which ran for perhaps 6 or 7 yards. അതിൻ്റെ ബേസ് ഏകദേശം 6-7 യാർഡ് നീണ്ടു കിടക്കുന്ന ഒരു വാളിൻ്റെ അവശിഷ്ടത്തിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, വി മസ്റ്റ് ഓപ്പൺ അവർ മൈൻഡ്സ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ്? there was a hospital here. ഈ വാള് അല്ലെങ്കിൽ ചുമരിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? there was a
ഹോസ്പിറ്റൽ ജെന്റിൽമാൻ. 200 ബെഡ്സ്, ഇത്ര വലിയ ഹോസ്പിറ്റലാണ്, 200 ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. 8 ഡോക്ടേഴ്സ്, there was 8 doctors and 20 nurses were there in the hospital. Every single one and all the patients were killed. ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും, എല്ലാ നഴ്സസും, എല്ലാ പേഷ്യൻസും എല്ലാവരും കൊല്ലപ്പെട്ടു. ദാറ്റ് ഈസ് വാട്ട് an atomic bomb is. ഇതാണ് ഒരു ആറ്റം ബോംബ് ചെയ്യുന്ന കാര്യം എന്നുള്ളതിൻ്റെ ഒരു അടയാളം, ഒരു ഉദാഹരണം ഈ പ്രൊഫസർ ചുസുക്കി ഹാഡ് ഷോൺ ദം. അവിടെ ഒരു എന്തുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ മൊത്തം 200 ബെഡുകളുള്ള ഹോസ്പിറ്റൽ മൊത്തം ഒരാളെയും ശേഷിപ്പിക്കാതെ എന്താക്കിയിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ഐ ലെഫ്റ്റ് ടോക്കിയോ, ഞാൻ ടോക്കിയോ വിടുന്നതിൻ്റെ അല്പ ദിവസങ്ങൾ മുമ്പ്, ബ്രിഗേഡിയർ ജനറൽ ബേക്കർ, വൺ ഓഫ് ദ അമേരിക്കൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഫോറിൻ റിലേഷൻസ് ചാർജിലുള്ള ഒരു അമേരിക്കൻ ഓഫീസർ ഹു ഈസ് Brigadier General Baker, informed me that General MacArthur wished to receive the delegation of the International Red Cross. എന്നെ അറിയിച്ചു, എന്താ അറിയിച്ചത്, ജനറൽ മാക്കാദർ ഈ ഇൻ്റർനാഷണൽ റെഡ് ക്രോസിൻ്റെ ദൗത്യ സംഘത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇൻഫോംഡ് മീ ഹി വിഷ്ഡ് ടു റിസീവ് ദ ഡെലിഗേഷൻ ഓഫ് ഇൻ്റർനാഷണൽ റെഡ് ക്രോസ്, അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ഈ ദൗത്യ സംഘത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാർക്കാദർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ബ്രിഗേഡിയർ ബേക്കർ ആഡ് ഇൻഫോംഡ് ഡോക്ടർ ജുനോദ്. ജനറൽ മാർക്കാദർ റിസീവ്ഡ് ആസ് ഇൻ ഹിസ് ഓഫീസ് ഓൺ ദ ടോപ്പ് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞങ്ങളെ സ്വീകരിച്ചു. ഓഫീസ് വാസ് വെയർ ദ ടോപ്പ് ഫ്ലോർ ഓഫ് the building. He was wearing the ordinary service uniform of the US Army. അദ്ദേഹം US ആർമിയുടെ സാധാരണ സർവീസ് യൂണിഫോം ധരിച്ചിട്ടാണ് ആരുള്ളത്, ജനറൽ മാക്ആദർ. ആൻഡ് ദ ഓൺലി ഇൻഡിക്കേഷൻ ഓഫ് ഹിസ് ഹൈ റാങ്ക് വെയർ 5 stars in each shoulder strap. ഷോൾഡർ സ്ട്രാപ്പിലുള്ള 5 സ്റ്റാറുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാണിക്കുന്ന ചിഹ്നമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സാധാരണ പട്ടാളക്കാരുടെ യൂണിഫോം ധരിച്ച സ്ഥിതിയിലായിരുന്നു ആര്, ജനറൽ മാർക്ക് ആദർ. അദ്ദേഹം ഞങ്ങളെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോവുകയും ചെയ്തതായിരുന്നു. ഹി ഇൻവൈറ്റഡ് അസ് ഓൾ ടു സിറ്റ് ഡൗൺ നിയർ ദ വിൻഡോക്കടുത്ത് എല്ലാവരെയും ഇരിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു. വിച്ച് ഗേവ് ഓൺ ടു ദ ഗ്രൗണ്ട്സ് ഓഫ് ഇമ്പീരിയൽ പാലസ്. ഇമ്പീരിയൽ പാലസിൻ്റെ ഗ്രൗണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ വിൻഡോക്കടുത്ത് ഇരിക്കാൻ ഞങ്ങൾ അദ്ദേഹം ക്ഷണിച്ചു. ആൻഡ് സിറ്റിംഗ് ഡൗൺ വിത്ത് അസ് ആൻഡ് സ്മോക്കിംഗ് ഹിസ് ട്രഡീഷണൽ പൈപ്പ് ഹി ടാക്ട് ടു അസ് ഫ്രീലി. ഞങ്ങളുടെ അടുത്തിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ പൈപ്പ് വലിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഹി ടാക്ട് ടു അസ് ഫ്രീലി, ഞങ്ങളോട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. He thanked us for the work he had done on behalf of the imprisoned Americans. He thanked us for the work. ഞങ്ങൾ ചെയ്ത ജോലി, റെഡ് ക്രോസ്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ചെയ്ത ജോലിക്ക് അദ്ദേഹം ഞങ്ങളോട് നന്ദി പറഞ്ഞു. എന്തിന് ഞങ്ങൾ ചെയ്ത ജോലി? വി ഹാഡ് ഡൺ ഓൺ ബിഹാഫ് ഓഫ് ദ ഇംപ്രിസൻഡ് അമേരിക്കൻസ്. ഈ വലിയ തെറ്റ്, ഹിരോഷിമ അല്ലെങ്കിൽ നാഗസാക്കി പോലത്തെ വലിയ തെറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റിന് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ജോലിക്ക് അദ്ദേഹം ഞങ്ങളോട് നന്ദി പറഞ്ഞു. ബട്ട് വി കുഡ് ഫീൽ ദാറ്റ് ഹിസ് തോട്ട്സ് വെൻറ്റ് ഈവൻ ഫെർദർ ദാൻ ദ ഫേറ്റ് ഓഫ് ഹിസ് ഓൺ മാൻ. ഞങ്ങൾക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ആളുകളുടെ വിധിയുടെ ദാറ്റ് ഹിസ് തോട്ട്സ് വെൻറ്റ് ഈവൻ ഫെർദർ, അതിലും അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ട്. ദാൻ ദ ഫേറ്റ് ഓഫ് ഹിസ് ഓൺ മാൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളുടെ വിധികളേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഹി വാസ് തിങ്കിങ് ഓഫ് എവരി വൺ ഹു ഹാഡ് ബീൻ അസിസ്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റെഡ് ക്രോസ്. റെഡ് ക്രോസിനാൽ സഹായിക്കപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് തിങ്കിങ് ഓഫ് എവരി വൺ ഹു ഹാഡ് ബീൻ അസിസ്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ റെഡ് ക്രോസ്. Of all those who in their exile and their humiliation had no other hope of assistance. അതുപോലെ തന്നെ ആരെക്കുറിച്ചും ഓഫ് ഓൾ ദോസ് ഹൂ in their exile, ഈ പ്രവാസം അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന സമയത്ത്, ഓഫ്
all those who in their exile and their humiliation had no other hope of assistance. മറ്റൊരു അസിസ്റ്റൻസിൻ്റെ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലാത്ത ആളുകൾ, ഇങ്ങനെ അവഹേളനത്തിലൊക്കെ ആയിട്ട് ഓടി രക്ഷപ്പെട്ടവരെക്കുറിച്ചും എക്സൈലിലുള്ളവരെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകളുണ്ടായിരുന്നു. Of all those who in their exile and their humiliation had no other hope of assistance. The supreme value of human life and human blood has been forgotten, he said, and human dignity too. While this atomic explosion was there, the supreme value of human life, മനുഷ്യ ജീവൻ്റെ ഉദാത്തമായ വില, and human blood, മനുഷ്യ രക്തത്തിൻ്റെ ഉദാത്തമായ വില, has been forgotten, അത് മറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആര് അംഗീകരിച്ചു? ജനറൽ മാക് ആദർ. ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ടു, മനുഷ്യ മഹത്വവും മറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ജനറൽ മാക്കാദർ അംഗീകരിച്ചു. In a firm voice emphasizing each word he went on, ഒരു ഉറച്ച വാക്കുകളിലൂടെ emphasizing each word, ഓരോ വേർഡും ഊന്നിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. എന്ത്? Force is not a solution for man's problem, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ശക്തി ഒരു പരിഹാരം അല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. Force on its own is nothing, ശക്തി അത് എന്ന നിലക്ക് ഒന്നും അല്ല. It never has the last word, ഫോഴ്സ് കൊണ്ട് എന്തില്ല, അവസാന വാക്കിലേക്ക് എത്തുന്നില്ല. Perhaps you find it strange that I, a professional soldier, should say that to you. Perhaps you find it strange, ഞാനിത് നിങ്ങളോട് പറയുന്നത് ഒരു അപരിചിതമായി നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ഞാൻ പ്രൊഫഷണൽ സോൾജിയറാണ്, സോൾജിയർ ശക്തി ഉപയോഗിക്കുന്ന ആളാണ്. ഞാനിങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായേക്കാം, ഒരു സംശയം അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച്നെസ് യു മേ ഫീൽ speaking me. The chief architect of victory in the Pacific did not conceal his opinion that peace still lay far ahead in the future. Chief architect of victory, ഈ ജപ്പാനിലെ അമേരിക്കയുടെ വിജയത്തിൻ്റെ ചീഫ് ആർക്കിടെക്ട് ഇൻ ദ പസഫിക്, who is General മാക് ആദർ, ഡിഡ് നോട്ട് കൺസീൽ മീൻസ് ഹൈഡ്, അദ്ദേഹം ഒളിച്ചു വെച്ചില്ല ഹിസ് ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒളിച്ചു വെച്ചില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ദ പീസ് സ്റ്റിൽ ലേ ഫാർ അഹെഡ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിലും സമാധാനം എന്നുള്ളത് അകലെയാണ് കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം മറച്ചു വെച്ചില്ല. ഈവൻ വിത്ത് അവർ പ്രസൻറ്റ് വെപ്പൺസ്, നമ്മുടെ ഈ ഇപ്പോഴുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങളുടെ സഹായത്തോടു കൂലും, he went on, what, not including those still to be developed, ഇനി ഡെവലപ്പ് ചെയ്യപ്പെടാത്തത്, not including those still to be developed, ഇനിയും ഡെവലപ്പ് ചെയ്യപ്പെടാനുള്ളത് ഉൾപ്പെടുത്താതെ, a new war would leave nothing behind worthy of mention, ഒരു പുതിയ യുദ്ധം പറയപ്പെടാവുന്ന ഒന്നും അതിൻ്റെ പിന്നിൽ ശേഷിപ്പിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനറൽ മാക് ആദർ ഹാഡ് പ്രൊക്ലൈംഡ്. ആൻഡ് ഇൻ ഈവൻ മോർ പ്രിസൈസ് ടേംസ് ഹി സ്കെച്ച് ദ ഡേഞ്ചർ ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രിസൈസ് ടേംസ് ഹി സ്കെച്ച്ഡ്, ഹി ഡ്രോവ്ഡ്, അദ്ദേഹം മരണത്തിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ്റെയും ഡേഞ്ചർ അദ്ദേഹം വരച്ചു കാട്ടി. ഹി സ്കെച്ച്ഡ് ദ ഡേഞ്ചർ ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത് വിച്ച് സ്റ്റിൽ ഹങ് ഓവർ ദ വേൾഡ്, ഇപ്പോഴും ലോകത്തിൽ ഇങ്ങനെ തൂങ്ങിയാടുന്ന ഡേഞ്ചർ ആൻഡ് ഡിസ്ട്രക്ഷൻ. ആൻഡ് ഇൻ ഈവൻ മോർ പ്രിസൈസ് ടേംസ് ഹി സ്കെച്ച്ഡ്, ജനറൽ മാക്കാദർ സ്കെച്ച്ഡ്, വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഹി സ്കെച്ച്ഡ് ദ ഡേഞ്ചർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ വിച്ച് സ്റ്റിൽ ഹങ് ഓവർ ദ വേൾഡ്, ഇപ്പോഴും ലോകത്തിൻ്റെ മുകളിൽ തൂങ്ങിയാടുന്ന ഡേഞ്ചറിൻ്റെയും ഡിസ്ട്രക്ഷൻ്റെയും രൂപം അദ്ദേഹം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വരച്ചു കാട്ടി. ആൻഡ് ദ എൻഡ്, ടു മച്ച് ഹാസ് ബീൻ ഡിസ്ട്രോയിഡ് ഇൻ ദിസ് വാർ, ഈ യുദ്ധത്തിൽ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ ഫിസിക്കൽ എക്സോഷൻ ഈസ് ടു ഗ്രേറ്റ്, ഫിസിക്കൽ എക്സേഷൻ ഈസ് ഓഫ് ടു ഗ്രേറ്റ്, അതും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കൽ എക്സോഷൻ, ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫോർ ദർ ടു ബി അനദർ വാർ ഡ്യൂറിങ് ദ നെക്സ്റ്റ് 20 or 25 years. For there to be, because there will be another war by next 20 or 25 years. അടുത്ത 20-25 വർഷത്തിനുള്ളിൽ അടുത്ത യുദ്ധവും ഉണ്ടായേക്കാം. But what will
happen after that? എന്താണ് അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത്? യുദ്ധങ്ങൾക്ക് ശേഷമൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മാർഷൽ ജുനോ ദിസ് ലിവിങ് എ ക്വസ്റ്റ്യൻ ടു അസ്, നമ്മളുള്ള ഒരു ചോദ്യമാണ്. വാട്ട് വിൽ happen unless between now and then we do everything possible to save mankind from itself? മനുഷ്യരാശിയെ തന്നെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ചെയ്യേണ്ടതെല്ലാം നാം ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും? അൺലെസ് ബിറ്റ്വീൻ നൗ ആൻഡ് ദെൻ വി ഡു എവറിത്തിങ് പോസിബിൾ, നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഡോക്ടർ മാർഷൽ ജുനോ ദീസ് ആസ്കിങ് ടു ദ റീഡേഴ്സ് ഓർ അസ്. ഓക്കെ, we have come to an end of this essay. I think you have got some idea. Anyway, thank you.